സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന പ്രതിഭാസമാണ് കോവിഡ് മഹാമാരി. ഇതിൻ്റെ ദുരിതം പേറാത്തവരായി ഇന്ന് ലോകത്ത് ഒരാൾ പോലുമില്ല. പ്രിയപ്പെട്ടവരെ മരണം മൂലം നഷ്ടപ്പെട്ടവർ, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാതെ പോയവർ, രോഗവും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ്സിൻ്റെ തകർച്ച, സാമ്പത്തികമായി വലിയ പരാധീനതകൾ, ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം, നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയായി, നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞതിനെക്കുറിച്ചാണ്. കൊല്ലാനും മോഷ്ടിക്കാനും ഇല്ലായ്മ ചെയ്യുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പ്രിയമുള്ളവരെ, കൊറോണ വൈറസ് വന്നത് നമ്മെ നശിപ്പിക്കാനും കൊല്ലാനും ആയിരിക്കാം. എന്നാൽ ഈശോ വന്നത് നമുക്ക് ജീവൻ നൽകാനാണ്, നമ്മെ സുഖപ്പെടുത്താനാണ്, നമ്മെ രക്ഷിക്കാനാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഭയവും ആകുലതയും ഒക്കെ മാറ്റി നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള, നമുക്ക് ജീവൻ നൽകാൻ കഴിവുള്ള ഈശോയിൽ നമുക്ക് ആശ്രയിക്കാം. സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എത്രമാത്രം നമ്മൾ ഈ ഒരു വൈറസിനെ ഭയപ്പെട്ട് ഓടുന്നുണ്ടോ, അതുപോലെ അത്രമാത്രം തീക്ഷണതയോടെ രക്ഷകനിലേക്ക് അടുക്കുന്നുണ്ടോ എന്നും കൂടി എൻ്റെ ജീവിതം പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്.
ഞാൻ ഭയക്കുന്നുണ്ട്, ഓടി മാറുന്നുണ്ട്, അതിനെ ചേർത്ത് നിൽക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇതുപോലെ രക്ഷകൻ്റേതായിട്ട് ഞാൻ മാറാൻ എന്നിൽ നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രക്ഷകൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ദൈവമായ കർത്താവ് എഴുതി വച്ചിരിക്കുന്ന ജെറമിയ പ്രവാചകനിലൂടെ 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയേക്കാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. അടിവരയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഒരുക്കിയ ഒരു പദ്ധതി, മനുഷ്യന് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി ഒരുക്കിയ ഒരു പദ്ധതി, അത് നാശത്തിലുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. എന്നിട്ട് അവസാനം എഴുതി വച്ചിരിക്കുകയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ശുഭകരമായ ഭാവിയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് സ്വർഗം ഒരുക്കിയിരിക്കുന്നത്, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതി ശുഭകരമായ ഭാവിയാണ്. ആ ഭാവി കിട്ടണമെങ്കിൽ ആശ്രയത്വം സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് ഉണ്ടാകണം. അതുതന്നെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഒരുക്കുന്നവരാണ്. നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ നേട്ടങ്ങൾ കൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഒരുപാട് പദ്ധതികൾ ഒരുക്കും. പക്ഷേ അവിടെ വചനം എഴുതി വെച്ചത് ഇങ്ങനെയാണ്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. അപ്പോൾ ദൈവം നമ്മളെ രൂപപ്പെടുത്തിയ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മളുടെ ആരുടെയും നാശത്തിനല്ല എന്ന് സ്വർഗം പറയുമ്പോൾ, ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് നീ നെട്ടോട്ടം ഓടുമ്പോൾ, ഈ പ്രതിസന്ധി വരുന്നതിന് മുമ്പ്, ഈ വൈറസ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിനക്ക് ജീവൻ്റെ തുടിപ്പ് തന്ന രക്ഷകന് വേണ്ടി നീ എത്രമാത്രം ഓടിയിട്ടുണ്ട് എന്നും കൂടി നീ ചിന്തിക്കണം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ് ആ വിഷയത്തെക്കുറിച്ച്. രക്ഷകനായ മിശിഹായുടെ മുമ്പിൽ എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ഒരു 24 മണിക്കൂർ സ്വർഗം ദാനമായിട്ട് എനിക്ക് തരുമ്പോൾ, ഈ 24 മണിക്കൂറിൽ എത്ര സെക്കൻഡുകൾ, എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ ഇന്ന് രക്ഷകൻ്റെ വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ് ഈ ഒരു കാലഘട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രദർ പറഞ്ഞതുപോലെ ഈ കാണപ്പെടാത്ത കൊറോണ വൈറസിനെ പേടിക്കാനുള്ള കാരണം കാണപ്പെടാത്ത ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടം നോക്കിയേ, എല്ലാവരും ഭയങ്കര ഭയത്തിലാണ് ബ്രദർ അല്ലേ. ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാണ്. ആംബുലൻസ് നമ്മുടെ ബിൽഡിങ്ങിന് താഴെ വന്ന് നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ അപ്പുറത്തെ മുമ്പിൽ കൊറോണ ഉണ്ടാവോ, ഭയം കടന്നു വന്നാണ് മനസ്സിലേക്ക്. അസ്വസ്ഥതയായി, ടെൻഷനായി, ആകെ ആകെ താറുമാറായി എന്ന് പറയാമല്ലോ ശരിക്കും. മാത്തച്ചമ്പർ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തിക മേഖല, ജോലി മേഖല, എല്ലാ മേഖലകളിലും ശരിക്കൊരു ഭയം കടന്നു പോകുന്നു. നമ്മുടെ ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിലേക്കൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, മഹാമാരികൾ ഇഷ്ടം പോലെ വന്നു പോയിട്ടുണ്ട്, തകർച്ചകൾ, യുദ്ധങ്ങൾ. അവിടെയെല്ലാം ഒരു ദൈവാശ്രയത്വം ഉണ്ടായിരുന്ന മനുഷ്യ മക്കൾക്ക്, ദൈവത്തിനെ നോക്കി ജീവിച്ച മക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും കർത്താവിൻ്റെ കൂടെയാണെന്ന് ചിന്തയുണ്ടല്ലോ, അതാണ് അവരെ ബലപ്പെടുത്തിയത്. പക്ഷേ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 4:18 വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നില്ല പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. വീണ്ടും വചനം പറയാം, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അപ്പം എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് എൻ്റെ ദൈവവുമായിട്ട്, ജീവനുള്ള ദൈവവുമായിട്ട്, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന, എന്നോട് കൂടെ ആയിരിക്കുന്ന എൻ്റെ ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ എവിടെയൊക്കെയോ കുറവുകൾ, എവിടെയൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം കടന്നു വന്നപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, ഈ കൊറോണ എന്ന മഹാമാരിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, അപ്പുറത്ത് കുറേ പേര് മരിച്ചു, അപ്പുറത്ത് ഇതാ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അവർക്ക് ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ സഹായത്തിൽ, ഇതെല്ലാം കണ്ട് എൻ്റെ മനസ്സിങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ പ്രവാചകൻ യോഹന്നാനിലേക്ക് പറയാണ്, ദൈവസ്നേഹത്തിൽ എവിടെയൊക്കെയോ അപൂർണതകളുണ്ട്. അതിന് പരിഹാരം യോഹന്നാനിലേക്ക് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:5, അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇപ്പം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ, അത് സങ്കീർത്തനം 119:11, കർത്താവെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു.
എൻ്റെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, എന്ത് കൊറോണ വന്നോട്ടെ, എന്ത് വന്നോട്ടെ, ഞാൻ ദൈവത്തിലേക്ക് നോക്കി ജീവിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടും, ഒരു ശക്തി എനിക്ക് കിട്ടും. ആ ദൈവസ്നേഹത്തിലായിരിക്കുമ്പോണ്ടല്ലോ, കൊറോണയല്ല എന്ത് പ്രശ്നം വന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യവും ഒരു സ്നേഹവും ഉണ്ടെങ്കിൽ, അതുമാത്രമല്ല വിശുദ്ധ പാത്രപ്പിയ പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ലോകത്ത് എവിടെ പോയാലും സ്വർഗം അവനെ പിന്തുടരുമെന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ സ്വന്തമാക്കിയ ഏറ്റവും വലിയ മാർഗം വചനം ബൈഹാട്ട് പഠിച്ച് മനസ്സിനകത്ത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഭയം വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ യെശയ്യാ 41:10 ഈശോനോട് പറയുന്ന പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ നിസ്സാരതയും നിസ്സഹായതയും ഏറ്റവും അധികം വെളിപ്പെട്ട ഒരു കാലഘട്ടമാണിത്. ഇപ്പോൾ സങ്കീർത്തനം 39:6 പറയുന്നത് പോലെ, മനുഷ്യൻ നിഴൽ മാത്രം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഓടുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പോലും മറന്നുകൊണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? നിത്യജീവൻ, സ്വർഗത്തിൽ നമ്മുടെ സൃഷ്ടാവിൻ്റെ പക്കൽ എത്തിച്ചേരണം. അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണം. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ഓട്ടമായിരുന്നു മനുഷ്യൻ. പക്ഷെ ഇപ്പം ഒരു ബലഹീന അവസ്ഥയിലാണ്, നിസ്സഹായ അവസ്ഥയിലാണ്. എല്ലാം നേടി എന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് ഭയത്തിലാണ്, നിരാശയിലാണ്, ആകുലതയിലാണ്. പക്ഷേ ആ ഒരവസ്ഥയിൽ തുടരാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഭയത്തിൽ, എൻ്റെ പുത്രൻ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഭയത്തിൽ തുടരണമെന്നോ, ആകുലതയിൽ കഴിയണമെന്നോ, നിസ്സഹായ അവസ്ഥയിൽ തുടരണമെന്നോ ഈശോ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും നിസ്സാരരാണ്, ബലഹീനരാണ്, അശക്തരാണ്. പക്ഷെ നമുക്കൊരു ദൈവമുണ്ട്, വലിയവനാണവൻ, ശക്തനാണ്, ബലവാനാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഞാൻ കൂടുതലായി പഠിക്കേണ്ട ഒരു സമയമാണ്, ആശ്രയിക്കേണ്ട ഒരു സമയമാണ്. അതാണ് കർത്താവ് വളരെ വ്യക്തമായി വചനത്തിലൂടെ നമ്മോട് പറയുന്നത്. നിൻ്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഭരമേൽപ്പിക്കുക, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്താണ് നമ്മുടെ ഉത്കണ്ഠ? ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയമാകാം, മരണഭയമാകാം, എന്തുമായിക്കൊള്ളട്ടെ. ബിസിനസ് മേഖലയിലുള്ള നമ്മുടെ ചില ആകുലതകളാകാം, കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ ശരിയായി പോകാത്തതിനുള്ള ഉത്കണ്ഠകളാകാം. നിൻ്റെ ആകുലതകൾ, ഉത്കണ്ഠകൾ എന്തായാലും അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി ഈശോ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ മുൻപിലുണ്ട്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഒരു വചനം വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ബോധപൂർവം ആ തമ്പുരാനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള, സഹായിക്കാൻ കഴിവുള്ള, നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ഏറ്റെടുക്കാൻ ശക്തനായ ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് ഈ പ്രതിസന്ധികളെയൊക്കെ മനോഹരമായി നേരിടാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞതിൽ ഒത്തിരി ഈ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന, വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോകുന്ന ചില സംഭവങ്ങൾ എന്ന് വെച്ചാൽ, ഒരുപാട് ഈ വചനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ട്, സംഭവിച്ചത് തന്നെ. പക്ഷേ ഈ പറയുന്ന ഈ ദൈവത്തിൽ, രക്ഷകനായ മിശിഹായിൽ എനിക്ക് ആഴപ്പെട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിസ്സഹായതയാണ് അവിടെ കാണുന്നത്. എനിക്ക് യേശുവിൻ്റെ സ്നേഹമാണ്, പക്ഷേ ഈ യേശുവിൽ എനിക്ക് ആഴപ്പെട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം രക്ഷിക്കും എന്ന് കരുതി അവനൊന്ന് മുറുകെ പിടിച്ച് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ വൈറസ് കടന്നു വരുമ്പോൾ ഇതെനിക്ക് കണ്ണിന് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഓരോ ബലിവേദിയിലും നമ്മുടെ രക്ഷകനായ മിശിഹ നമ്മൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട് തൻ്റെ ശരീരവും രക്തവും, തിരുശരീരവും തിരുരക്തവുമായിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ബലിവേദിയിലും നമ്മൾക്ക് വേണ്ടി പങ്കുവെച്ച് തരുമ്പോൾ, ഈ കാണപ്പെടാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ?
സത്താഭേദം അവിടെ വരുന്നു, പക്ഷേ അതിലൊരു നിറവ്യത്യാസമില്ല, രൂപാന്തരീകരണമില്ല. അപ്പം അതേപടി ഇരിക്കുന്നു. പക്ഷേ അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ വിശ്വാസി പറയുകയാണ്, ഇത് എൻ്റെ യേശുവിൻ്റെ തിരുശരീരമാണ്, ആമേൻ. അവൻ സ്വീകരിക്കുകയാണ് ഈശോയെ. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തമായിട്ട് മുറിക്കപ്പെട്ട് ബലിവേദിയിൽ വിശുദ്ധ ബലിയായി ആ ബലിവേദിയിൽ മുറിക്കപ്പെടുമ്പോൾ ഈ സ്നേഹത്തിന് വേണ്ടി നിമിഷങ്ങൾ വില കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം തീക്ഷണതയോടെ ആ ബലിവേദിയെ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു ആശ്രയത്വത്തിലൂടെ ഞാൻ കാത്തിരിക്കുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനു മുമ്പ് ആലയം മുഴുവനും നിനക്ക് വേണ്ടി തുറന്നിട്ട് തന്നു. അന്ന് പറയും എനിക്ക് തിരക്കാണ്, എനിക്ക് സമയമില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയുകയാണ് എനിക്ക് സമയമുണ്ട്, പക്ഷെ അങ്ങ് കടക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ സമയം, മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന പ്രേരണ 24 മണിക്കൂർ ഒരു അധികാരികൾ നമുക്ക് തരുന്നതല്ല. 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡുകളും സ്വർഗത്തിൻ്റെ ദാനമാണ്. അതിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ സാധാരണക്കാരാ. ഒരു പനി വന്നാൽ, ഒരു ചുമ വന്നാൽ അതിൽ അവസാനിക്കുന്ന ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു നിസ്സാരമായ ഒരു വൈറസിൻ്റെ പേരിൽ നമ്മൾ ഇത്രത്തോളം ജീവിതത്തോട് മല്ലടിച്ച് കഴിയുമ്പോഴും യേശു പറയുന്ന മുമ്പ് നമ്മൾ ആവർത്തിച്ച വചനമാണ്, ഈ ചർച്ചയിൽ നമ്മൾ ആവർത്തിച്ച വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ. ഭയപ്പെടേണ്ടെന്ന് മാറി നിൽക്കുന്ന ദൈവമല്ല, അവൻ പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഈ ജനം എന്നോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതിൽ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? ആ ഉത്തരം പറയേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇനിയും നമ്മൾ തിരുത്താനായിട്ട് തയ്യാറല്ലെങ്കിൽ, കാരണം ഇത് തിരുത്തപ്പെടേണ്ട ഒരു പഠനകാലമാണിത്. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട, പ്രാർത്ഥനയിലും ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക മേഖലകളിലും നമ്മുടെ ക്രമീകരണങ്ങളൊക്കെ ഒരുപാട് ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു സമയത്ത് നമ്മൾ ഇനിയും എനിക്ക് പഠിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒഴിവഴിവില്ല. യേശയ്യാ പ്രവാചക പുസ്തകം 45:3 പറയുന്നില്ലേ, നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ആ ഒരു കാലമാണിത് കടന്നു പോകുന്നത്. നമ്മളെ വിളിച്ച രക്ഷകനായ മിശിഹ എത്രമാത്രം വിശ്വസ്തനാണെന്ന് കാണിച്ചു തരുന്ന ഒരു കാലഘട്ടം. രൂപത്തിൽ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴല്ലോ, നമുക്കറിയാം കൊറോണ വന്നപ്പോൾ മാസങ്ങളോളം പള്ളികൾ അടയ്ക്കപ്പെട്ടു അല്ലേ. പ്രാർത്ഥനാ കൂട്ടായ്മകൾ, പള്ളി പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥനാ കൂട്ടായ്മ പോകാൻ പറ്റുന്നില്ല. പക്ഷേ പള്ളികൾ അടച്ചപ്പോഴും പ്രാർത്ഥനാ കൂട്ടായ്മ നിർത്തലാക്കിയപ്പോഴും സ്വർഗവാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ. നമുക്കതിന് ശേഷമാണ്, കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഓൺലൈൻ ലൈവ് കുർബാന അല്ലേ. നമുക്ക് ഒത്തിരി മക്കൾ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ ലൈവ് കുർബാനയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ പലർക്കും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും സൗഖ്യത്തിലേക്ക് വന്നു. കാരണം ഹെബ്രായ 11:1 പറയുന്ന പോലെ വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും. എൻ്റെ ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ലൈവ് എത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിലിരുന്ന് ആ വിശുദ്ധ കുർബാനയിൽ ഭയഭക്തി വിശ്വാസത്തോടെ, ശ്രദ്ധിക്കണം, അലസമായിട്ടല്ല, എൻ്റെ ഹൃദയത്തിലൊരു വിശ്വാസം വേണം. ഈ ഓൺലൈൻ കുർബാനയിലൂടെ, ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ ഞാൻ കാണുന്ന ഈ വിശുദ്ധ ബലിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിച്ചാലുണ്ടല്ലോ, എൻ്റെ ഭവനങ്ങൾ സ്വർഗത്തിൻ്റെ ആലയമാക്കി രൂപാന്തരപ്പെടുത്ത ദൈവം അവിടെ. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഓൺലൈനിൽ കൂടെ പ്രാർത്ഥന കൂട്ടായ്മ നടക്കുകയാണ്. ഞങ്ങളുടെ സത്വ ഹോളി ഫാമിലി കൂട്ടായ്മ എല്ലാ വെള്ളിയാഴ്ചകളും നടക്കുന്നു. വെള്ളിയാഴ്ച അവർ കാത്തിരിക്കാം മക്കൾ. എന്തിനാണ്? ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ, ദൈവവചനത്തിലൂടെ, പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ ജീവനുള്ള ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്ക് ഒത്തിരി മക്കൾ കടന്നു വന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ വേറെ തിന്മയും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഓൺലൈൻ കുർബാനയിൽ മാത്രം ആശ്രയിക്കുമ്പോൾ പള്ളികൾ തുറക്കപ്പെട്ടു. ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ അല്ലേ, പല ഭാഗങ്ങളിൽ പള്ളി തുറക്കപ്പെട്ടു. പള്ളിയിൽ പോകാനുള്ള, അത് ഓൺലൈൻ കുർബാന എന്ന് ഉദ്ദേശിക്കുന്നത് പള്ളികൾ അടയ്ക്കപ്പെട്ട സമയത്ത് മാത്രമാണ്. പള്ളികൾ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ, പള്ളിയിൽ പോകാൻ സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ കുർബാനയിൽ ആശ്രയിക്കാൻ പാടില്ല.
ഈ കൊറോണ കാലഘട്ടത്തിൽ എന്ത് തകർച്ച വന്നാലും എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരെ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ സമർപ്പിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വചനം വായിക്കുമ്പോൾ, വിശുദ്ധ അർപ്പിക്കുമ്പോൾ അവിടെയെല്ലാം എൻ്റെ ദൈവാശ്രയത്വത്തിലൂടെ ആ സ്നേഹത്തെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഈ ലോകത്തെ ഒരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ചില തെറ്റായ പ്രവണതകളെ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ഈ കാലഘട്ടം സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം, അതുപോലെ ധൂർത്ത് ഒഴിവാക്കുക, നമ്മുടെ ആഘോഷങ്ങളിലുള്ള ധൂർത്ത്. പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ആഘോഷമാണ് അല്ലേ. ഒരു മാമോദീസ ആയിക്കൊള്ളട്ടെ, കുർബാന കൈക്കൊള്ളപ്പാടായിക്കൊള്ളട്ടെ, നമ്മുടെ വിവാഹമായിക്കൊള്ളട്ടെ, ഇടവക പള്ളിയിലെ തിരുനാളായിക്കൊള്ളട്ടെ, ഏറ്റവും ആർഭാടത്തോടെ നടത്തണം. ഇപ്പോൾ ഓരോ കുടുംബവും ഓരോ ഇടവക സമൂഹവും അവരുടെ പ്രൗഢി കാണിക്കാനായിട്ടുള്ള ഒരു മാമാങ്കമായിട്ട് പലപ്പോഴും പ്രത്യേകിച്ച് ഈ കുദാശ സ്വീകരണത്തെയൊക്കെ നമ്മൾ മാറ്റി. ഇതിൻ്റെ ഒരു ആന്തരികമായിട്ടുള്ളൊരു വശത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ഈ ബാഹ്യമായിട്ടുള്ള ക്രമീകരണങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ പല നിയന്ത്രണങ്ങളും വന്നു. ഓരോ വിവാഹത്തിലും ഓരോ ചടങ്ങുകളിലും പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം വന്നു. എന്നിട്ട് നമ്മൾ ആ നമ്പരൊക്കെ വെച്ച് കല്യാണങ്ങളും ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കുറേ ദൂരത്തിന് ഒരു കുറവ് വന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബോധപൂർവം ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു എൻ്റെ കുടുംബത്തിലെ ഒരംഗം ഒരു കുദാശ സ്വീകരിക്കാൻ പോവുകയാണ്, മാമോദിസ സ്വീകരിക്കാൻ പോകുന്നു, ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്നു, വിവാഹം എന്ന കുദാശ സ്വീകരിക്കാൻ പോകുന്നു. അവൻ ആത്മീയമായി ആ കുദാശയിലൂടെ അവന് ലഭിക്കാൻ പോകുന്ന കൃപ സ്വീകരിക്കാൻ വേണ്ടി അവൻ ഒരുങ്ങണം. അതിന് കുടുംബത്തിലെ മാതാപിതാക്കൾ കൂടുതൽ ഊന്നൽ നൽകണം. മറ്റ് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യഗ്രതപ്പെടാതെ ഈ തരത്തിൽ ആത്മീയമായി നമ്മുടെ മക്കളെ ഒരുക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന്, കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന്, ആ കുദാശ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഒരു ഉദാഹരണത്തിന്, വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്ന ഒരു യുവാവും യുവതിയും അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ ചൈതന്യത്തിൽ നിലനിൽക്കാനുള്ള, അവൻ്റെ ആ വിളിയിൽ നിലനിൽക്കാനുള്ള കൃപ ആ കുദാശയിലൂടെ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുകയാണ്. പക്ഷെ അതിന് ഊന്നൽ നൽകാതെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാതെ കേവലം ഭൗതികമായിട്ടുള്ള മറ്റു ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും ആർഭാടങ്ങൾക്ക് പുറകെയും നമ്മൾ പോകുമ്പം അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുകയാണ്, നഷ്ടപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റാർഭാടങ്ങളും ആഡംബരങ്ങളും ആ ഒരു ദിവസം കൊണ്ട് അവസാനിക്കും. പക്ഷേ ആ കുദാശയിലൂടെ ഞാൻ സ്വീകരിക്കുന്ന ദൈവകൃപ അതെൻ്റെ ജീവിത അവസാനം വരെ എന്നിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ പരിശീലിച്ച ഈ ഒരു പാഠം, ധൂർത്ത് ഒഴിവാക്കുക, ആഘോഷങ്ങളിൽ മിതത്വം പാലിക്കുക എന്ന ആ നല്ല പാഠം വീണ്ടും തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് ബോധപൂർവമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ വന്ന ക്രമീകരണത്തിൽ സംഭവിച്ചത് നമ്മുടെ ആഘോഷത്തെ വെട്ടിച്ചുരുക്കി മാറ്റി എന്നുള്ളതാണ്. ആ ഒരു നിയന്ത്രണത്തിൽ നമ്മൾ വരേണ്ടി വന്നു. വെട്ടിച്ചുരുക്കിയത് നമ്മുടെ ആഘോഷത്തെയാണ്, നമ്മുടെ ആരാധനയല്ല. ആരാധന എപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. നീ സ്വീകരിക്കുന്ന കൂദാശ എന്താണോ, നീ മുമ്പ് എങ്ങനെയാണോ കൂദാശ സ്വീകരിച്ചത്, ആ ഒരു ആരാധനക്രമത്തിൽ തന്നെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ധൂർത്തിനെ ദൈവം ഈ ഒരു കാലഘട്ടത്തിലൂടെ ക്രമീകരിച്ചു. എന്നുവെച്ചാൽ അതുപോലുള്ള ധൂർത്തായിരുന്നു. ഈ കൂദാശയാണ് അടിസ്ഥാനമായിട്ട് ഈ ആഘോഷം കടന്നു വരാനായിട്ട് ഇടയാക്കിയതെങ്കിൽ പോലും ഈ കൂദാശയിലൂടെ കടന്നു വരുന്ന ദൈവികതയെ ആട്ടിപ്പായിക്കുന്ന രീതിയിൽ ഒരാഘോഷമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയത്. നമ്മുടെ വിശ്വാസത്തെ പോലും നമ്മൾ തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു ആഘോഷ രീതി, അത് പലപ്പോഴും അത് ദൂരത്തിലേക്ക് തന്നെ പോയി, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനായിട്ട് കാരണമായി. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഭവനത്തിൽ ഒരു ആഘോഷം നടന്നാൽ അത്
മാമോദീസ ആയിക്കോട്ടെ, ശരീരലേപനം ആയിക്കോട്ടെ, ആദ്യ കുർബാന ആയിക്കോട്ടെ, വിവാഹ വാർഷികമായിക്കോട്ടെ, എന്ത് തന്നെയായാലും ക്രിസ്തു എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ആഘോഷം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകരുത് എന്ന് ശഠിക്കുന്നവനാണ് ഞാൻ. ആ രീതിയിൽ ചിട്ടപ്പെടുത്താനായിട്ട്, ഓരോ ആഘോഷത്തെയും ചിട്ടപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, എന്നെ കാണുന്ന മക്കളുടെ മുമ്പിൽ പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ എന്നേക്കുമായിട്ട് കാണേണ്ട ഒരു രക്ഷകനാണ് നസ്രായനായ യേശു ക്രിസ്തു. അവൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഞാൻ താൽക്കാലികമാണ്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലമുണ്ട്. അവനോടൊത്ത് കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വ്യക്തിപരമാണ്. ഒരു തറവാടിൻ്റെ പേരിൽ തുറന്നു കിട്ടുന്നൊരു വാതിലാണോ സ്വർഗം? അല്ല, വ്യക്തിപരമാണ്. ബലം പ്രയോഗിക്കണമെന്ന് പറഞ്ഞേക്കണേ. ബലം പ്രയോഗിച്ച് നീ അകത്ത് പ്രവേശിക്കണം. ഈ ബലം പ്രയോഗിക്കലാണ് ഈ വെല്ലുവിളി. ചില ആഘോഷ രീതികളെ വെട്ടിച്ചിരിക്കുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം നമുക്കുണ്ടാകും. നമ്മൾ വില പിടിച്ചവരെന്ന് കരുതുന്നവർ നമുക്കൊരു വിലയും തരാതെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും. പക്ഷേ നസ്രായൻ അവൻ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളെ ചുംബിക്കും. ചില കുടുംബങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കൊറോണ കാലഘട്ടം അവർക്ക് നല്ല കാലമായിരുന്നു. കാരണം കൊറോണ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില ജീവിത പങ്കാളിമാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ ഭയങ്കര തിരക്കാണ്. മക്കളും പറഞ്ഞിട്ടുണ്ട്, അപ്പനെ കണ്ടിട്ട് അപ്പം വരും, അപ്പനെ തിരിച്ചു പോവും, പിന്നെയാണ് ഉറങ്ങിയതിന് ശേഷം അപ്പം വരാറ്. കൊറോണ വന്നപ്പോൾ എല്ലാം അടച്ചപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതായി. പല കുടുംബങ്ങളും ഇന്ന് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സ്നേഹത്തിൽ, ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന പല കുടുംബങ്ങളുടെയും കഥകൾ, സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് കൊറോണ നമ്മൾ ദോഷത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മറുവശത്ത് കൊറോണ ഒത്തിരി നന്മകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഒരുമിച്ച് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും, ഒരുമിച്ച് പങ്കുവയ്ക്കുവാനും, അപ്പോൾ നമ്മൾ തൊട്ട് പറമ്പിലൊക്കെ നമുക്ക് ഇന്നലെ കൃഷി ചെയ്യാനും പലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൃഷി ചെയ്യാൻ തുടങ്ങി ഈ കൊറോണ വന്നതോടുകൂടി. അങ്ങനെ കൃഷിയിൽ കുറച്ചൊക്കെ താല്പര്യം കാണിച്ചു പല രീതിയിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വങ്ങളെ, കുടുംബങ്ങളെ പല രീതിയിലും ഇതിൽ ആഴപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും അപ്പസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ലോക്ക്ഡൗൺ. അതായത് യഹൂദരെ ഭയന്ന്, യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കഥകടച്ച് റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്നു അല്ലേ, അവരെല്ലാവരും ഒരുമിച്ച്. അത് ശരിക്കും ലോക്ക്ഡൗൺ ആയിരുന്നു ശരിക്കും അല്ലേ. പക്ഷെ അവരുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. അപ്പസ്തല പ്രവർത്തനം 1:11 അവർ ഏകമനസ്സോടെ ഒരുമിച്ചിരുന്ന് അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സാമൂഹ്യ വ്യാപനമുണ്ടായെന്ന് പറയണത് എവിടെ നിന്നായിരുന്നു? സെഹിയോൻ മളയെന്ന്. പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശിഷ്യന്മാരിൽ നിറഞ്ഞു നിന്നപ്പോൾ നമുക്ക് കൊറോണ എന്ന സാമൂഹ്യ വ്യാപനത്തെ മാറ്റി നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ വ്യാപനം സെഹിയോൻ മളയെന്ന് ആരംഭിച്ചു. അവിടുന്ന് ആരംഭിച്ച ഈ പരിശുദ്ധാത്മ സാമൂഹ്യ വ്യാപനം ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. പക്ഷെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ആ സാമൂഹ്യ വ്യാപനത്തിലൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് യേശുവിനെ സ്വന്തമാക്കാൻ പറ്റി. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ യേശുവിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ യേശുവിൻ്റെ വ്യക്തിത്വം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ് യേശുവിൻ്റെ ശക്തി. അപ്പോൾ ഈ സാമൂഹ്യ വ്യാപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവമായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരം പ്രാപിക്കുക ശരിക്കും. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ച ഓരോ മേഖലകളും, ഭയങ്ങളും അസ്വസ്ഥതകളും അതുപോലെ ഒരു ദൂരത്തിൻ്റെ ആഘോഷങ്ങളും അവയെല്ലാം മാറ്റിവെച്ച് എൻ്റെ കൂടെ ആയിരിക്കുന്ന ദൈവം വിശുദ്ധ കുർബാനയിലൂടെയും തിരുവചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും, നിങ്ങളുടെ പ്രാർത്ഥന ഞാനും എൻ്റെ ഈശോയുമായുള്ള ഒരു സ്നേഹ സംഭാഷണമാണത്. അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മ സാമൂഹിക വ്യാപനത്തിലൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് യേശുവിൻ്റെ സ്വഭാവം സ്വന്തമാക്കി മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളെ പഠിപ്പിച്ച പല പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നമുക്ക് ഭയമെടുത്ത് മാറ്റി പ്രത്യാശയോടെ, ആശ്വാസത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ യേശുവിന് കൂടെ നമുക്ക് ജീവിക്കാണ്ട് പരിശ്രമിക്കാം. ഫിലിപ്പിയർ ലേഖനത്തിൽ പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. നമുക്ക് ഈ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഒരു തീരുമാനമെടുക്കാം. ഈശോയുടെ കൂടെ എപ്പോഴും നിരന്തരം ആയിരിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം
നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന